ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തുന്നു, പുതിയ കോഴ്സുകൾ വരുന്നു എന്ന വർത്തമാനം അന്തരീക്ഷത്തിൽ മുഴങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ആളുകൾ ഭയങ്കര ആശങ്കയിലാണ്. എന്താണ് ഇതിൻ്റെ ഒരു പരിണിതി, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഘടനാപരമായ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒട്ടേറെ ആശങ്കകളും സംശയങ്ങളുമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ വരുത്തുന്ന മാറ്റങ്ങളും പുതിയ കോഴ്സ് ഐട്ടപ്പ് എന്ന് പറഞ്ഞൊരു കോഴ്സ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ അത് കഴിഞ്ഞ കൊല്ലം തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതിന് ദേശീയ തലത്തിൽ ഒരു എൻട്രൻസ് എക്സാം നടത്തി പ്രമുഖങ്ങളായ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കുക. എന്തൊക്കെ മാറ്റങ്ങളാണ് ടീച്ചർ എഡ്യൂക്കേഷനിൽ വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷണൽ സ്ട്രക്ചറുകളിൽ വരാൻ പോകുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലും മാറ്റങ്ങൾ വരുത്തുന്നത്. NCTE നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ വർഷം മുതൽ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഐട്ടപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഒരു 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം ആയിട്ടാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നടക്കുന്ന രീതികൾ കേരളത്തിൽ പ്രത്യേകിച്ച് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ വ്യാപകമായിട്ടുണ്ട്. അത് മാറ്റം വരുത്തിയിട്ട് അതിനെ കോളേജുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദേശീയ സ്ഥാപനങ്ങളുമായിട്ടും മറ്റ് കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും അതോടൊപ്പം ടീച്ചർ എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തതാണ് ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തത് NEPയുടെ ഭാഗമായിട്ട് കരിക്കുലം സ്ട്രക്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന LP, UP, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ ലെവലിലുള്ള സ്ട്രക്ചറും ഉടച്ച് വാർത്തിട്ട് പ്രീ സ്കൂളും LKGയും UKGയും 1, 2 ക്ലാസ്സുകൾ ചേർന്ന ഒരു ഫൗണ്ടേഷണൽ ലെവൽ എന്നൊരു സ്ട്രക്ചറിലേക്ക് മാറ്റുന്നു. 3, 4, 5 ക്ലാസ്സുകൾ ഒന്നിച്ച് ചേർത്തൊരു പ്രിപ്പറേറ്ററി ലെവൽ എന്നതും അതോടൊപ്പം 6, 7, 8 ക്ലാസ്സുകൾ ഒന്നിപ്പിച്ച് അതിനൊരു മിഡിൽ ലെവൽ ക്ലാസ് എന്ന രീതിയിലേക്കും മാറ്റുന്നു. അതോടൊപ്പം 9, 10, 11, 12 ക്ലാസ്സുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അതിനൊരു സെക്കൻഡറി ലെവൽ, ഇങ്ങനെ ഘടനാപരമായി 4 മേഖലകളിലേക്കാക്കി മാറ്റുകയാണ് ടോട്ടൽ കരിക്കുലം സിസ്റ്റത്തിന്. ദെൻ അങ്ങനെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരുപാട് മാറ്റങ്ങൾ വരും. സ്വാഭാവികമായിട്ടും ടീച്ചർ എഡ്യൂക്കേഷൻ അത് പഠിപ്പിക്കുന്ന അധ്യാപകരും ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് മാറേണ്ടതുണ്ട്, ഈ സ്ട്രക്ചറിനനുസരിച്ച് മാറേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഐട്ടപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമായിട്ട് NCTE മുന്നോട്ട് വന്നത്. കഴിഞ്ഞ കൊല്ലം ഏകദേശം 60-ലധികം 67ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ദേശീയ തലത്തിലൊരു പ്രവേശന പരീക്ഷയൊക്കെ വെച്ചുകൊണ്ട് നടത്തുന്നുണ്ടായിരുന്നു. NCTEൻ്റെ മെയിൻ ശുപാർശ തന്നെ എന്താ, പതുക്കെ ഇപ്പം ഇങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ടീച്ചർ എഡ്യൂക്കേഷൻ 4 ഇയർ ഡിഗ്രി ആവും. ഈ ഐട്ടപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ 4 ഇയർ ഡിഗ്രിയാണ്. അതിന് കൊമേഴ്സ്, ഹ്യൂമാനിറ്റി, സയൻസ് പോലുള്ള സ്ട്രക്ചറിനോട് ടീച്ചർ എഡ്യൂക്കേഷനെ കണക്ട് ചെയ്തിട്ടുള്ളൊരു കോഴ്സ് സിസ്റ്റമാണ് വരുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കോഴ്സുകളുണ്ട്. പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, അതുപോലെ DLED എന്ന് വെച്ചാൽ പഴയ TTC, പിന്നെ BEd. ഈ 3 ഘടനയും പതുക്കെ അങ്ങ് ഇല്ലാതാക്കുക. അതിൽ ആദ്യത്തെ 2 എന്തായാലും ക്രമേണ ഇല്ലാതാവും. 2030 പൂർണ്ണമായിട്ടും ടീച്ചർ എഡ്യൂക്കേഷൻ ഈ ഐട്ടപ്പിലേക്ക് മാറണമെന്നാണ് NCTEയുടെ ശുപാർശ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ അങ്ങ് ഒഴിവാകും, പകരം ഐട്ടപ്പ് വരും. ഈ ഐട്ടപ്പ് തന്നെ നമ്മൾ ഈ പറഞ്ഞ 4 ഘടനകളുണ്ട്. കരിക്കുലം ഘടന, ഫൗണ്ടേഷൻ ലെവൽ, ദെൻ അതുപോലെ പ്രിപ്പറേറ്ററി ലെവൽ, ദെൻ മിഡിൽ ലെവൽ, ദെൻ സെക്കൻഡറി ലെവൽ. ഈ ഘടനക്കനുസരിച്ച് അതിൻ്റെ കോഴ്സിൻ്റെ സ്ട്രക്ചറിലും രസകരമായ സ്പെഷ്യലൈസേഷൻസ് വരും. ഉദാഹരണത്തിന് കൊമേഴ്സ് BA BEd, ഹ്യൂമാനിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട BA BEd എന്ന് പറഞ്ഞാൽ 4 വർഷത്തെ ഡിഗ്രിയാണ് വരിക. അതിൽ തന്നെ ഫൗണ്ടേഷൻ ലെവൽ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രിപ്പറേറ്ററി ലെവൽ ഉണ്ടാവും, മിഡിൽ ലെവൽ ഉണ്ടാവും, സെക്കൻഡറി ലെവൽ ഉണ്ടാവും. ദെൻ അതുപോലെ BSc സയൻസുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ചേർത്തിട്ടാണ് വരുന്നതെങ്കിൽ അതിൽ തന്നെ വീണ്ടും ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി ലെവൽ ഉണ്ടാവും. BComലും അങ്ങനെ തന്നെ. ഇപ്പോൾ BCom BEd എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് ഐട്ടപ്പ് ഘടനയിൽ വരും. BCom BEd എന്ന് പറഞ്ഞാൽ BCom BEd ആയിട്ടുള്ള ഐട്ടപ്പ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. അതിൻ്റെ കൊമേഴ്സ് കോമ്പിനേഷൻ, കൊമേഴ്സ് കണ്ടൻറ്റും അതിലുണ്ടാവും. ഈ രീതിയിൽ മാറ്റം വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ DLEDും അതുപോലെ തന്നെ LTT ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിങ്ങും അങ്ങനത്തെ കോഴ്സുകളും PPTTC പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളൊക്കെ പതുക്കെ കംപ്ലീറ്റ് ഇല്ലാതാക്കും. അതേ സമയത്ത് 2 വർഷത്തെ BEd ഒരു ഘട്ടം വരെ നിലനിർത്തേണ്ടി വരും. കാരണം ഇപ്പം നിലവിലുള്ള ഡിഗ്രിക്കാർക്ക് ഈ നമ്മൾ പറയുന്ന ഐട്ടപ്പിലേക്ക് വരാത്ത ആളുകൾക്ക് ഒരു ഘട്ടം വരെ ഈ BEd ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ BEd നിലനിർത്തും. ഇത് മാത്രമല്ല
എഡ് നിലനിർത്തുന്ന കാര്യത്തിൽ ഇത് പൂർണ്ണമായും ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. അതാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടത്. ടീച്ചിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ള പാഷനേറ്റായ ടീച്ചിങ്ങിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടക്കം മുതലേ +2 കഴിഞ്ഞ ഉടനെ ടീച്ചിങ്ങിലേക്ക് വരാനുള്ളൊരു 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം എന്ന നിലയ്ക്ക് ഐറ്റപ്പിനെ കാണാം. അതേസമയത്ത് റിസർച്ചിലേക്ക് പോകാനുള്ള ആളുകൾ ടീച്ചിങ് തീരെ ഇൻട്രസ്റ്റ് ഇല്ല, ആ മേഖലയിലേക്ക് തീരെ വരില്ല, ടീച്ചിങ്ങിലേക്ക് പോകുന്നതിന് പകരം റിസർച്ചിലേക്ക് പോകണം, ഫിസിക്സും കെമിസ്ട്രി മാത്സും ഇക്കണോമിക്സും പൊളിറ്റിക്സും ജിയോഗ്രഫിയും അക്കൗണ്ട്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അനുബന്ധ കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫിസിക്സ് കഴിഞ്ഞ ഒരാൾക്ക് സൗണ്ട് എഞ്ചിനീയറിംഗിലേക്ക് വരാം, അവർക്ക് ATC കരിയറിലേക്ക് ജോബിലേക്ക് വരാം. ദെൻ അതുപോലെ തന്നെ കെമിസ്ട്രി എടുത്ത ഒരാൾക്ക് ഒരുപാട് ഓപ്ഷൻസിലേക്ക് പിന്നീട് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗിലേക്കോ പ്ലാസ്റ്റിക് ടെക്നോളജിയിലേക്കോ പ്രോസസ്സിങ്ങിലേക്കോ സിമെൻറ്റ് ടെക്നോളജി, പേപ്പർ ടെക്നോളജി, ദെൻ പെയിൻറ്റ്, വാർണിഷ്, ഇങ്ങനെ ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ, എൻവയൺമെൻറ്റൽ സയൻസ്, ബയോടെക്നോളജി, ജെനറ്റിക്സ് പോലുള്ള അനുബന്ധ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിലേക്കൊക്കെ പോയി ഫീൽഡ് ഒന്ന് മാറ്റിപ്പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഡിഗ്രിയിൽ കണ്ടിന്യൂ ചെയ്യുകയും റിസർച്ചിലേക്കും അനുബന്ധ കോഴ്സുകളിലേക്കൊക്കെ പോകും. അതുകൊണ്ട് സമാന്തരമായിട്ട് ഈ നിലവിൽ ഹോണേഴ്സ് ഡിഗ്രികളൊക്കെ കൊണ്ടുവന്ന 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമുകളൊക്കെ നിലനിൽക്കും, അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ സമാന്തരമായി BEd ടീച്ചർ എഡ്യൂക്കേഷൻ ഒരു ഡിഗ്രി പ്രോഗ്രാം ലെവലിലേക്ക് മാറ്റിയിട്ട് അതിനൊന്ന് റീസ്ട്രക്ചർ ചെയ്യും എന്നതാണ് ഈ ഐറ്റപ്പ് കൊണ്ടുവരുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഒരു ഘട്ടം കഴിഞ്ഞിട്ട് BSc ഒക്കെ കഴിഞ്ഞു, കെമിസ്ട്രി കഴിഞ്ഞു, ഹോണേഴ്സ് ഡിഗ്രി എടുത്ത് അവർക്ക് ടീച്ചിങ്ങിലേക്ക് വരണം എന്ന് തോന്നുന്നിടത്ത് 2 വർഷത്തെ BEd ചെയ്തിട്ട് അവർക്ക് ടീച്ചിങ്ങിലേക്ക് വരാം. അതുകൊണ്ട് BEd നിലനിർത്തും, അതോടൊപ്പം MEdും നിലനിർത്തും. MEd കളയാൻ കഴിയില്ല. MEdനെ നിലനിർത്തി ടീച്ചർ എഡ്യൂക്കേഷനിൽ റിസർച്ച് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് MEd നിലനിർത്തുന്ന ഒരു സിസ്റ്റം വരും. പക്ഷേ ഈ ഹോണേഴ്സ് ഡിഗ്രിയിൽ നിന്ന് നേരിട്ട് റിസർച്ചിലേക്ക് പോകാനുള്ള സിസ്റ്റം ഉള്ളത് കൊണ്ട് ദെൻ ഈ ടീച്ചർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ആളുകൾക്കും പിന്നീട് റിസർച്ചിലേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കോ ഇല്ല, ഈ കാര്യത്തിൽ അവ്യക്തത ഉണ്ട്, അത് പിന്നീട് വരുമായിരിക്കും. ദെൻ അതുപോലെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ നിലവിലുണ്ട്, BS MS പ്രോഗ്രാമുകൾ, അതൊക്കെ നിലനിൽക്കും, അതൊക്കെ അതേപോലെ കണ്ടിന്യൂ. ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ടീച്ചർ എഡ്യൂക്കേഷനിലേക്കും ടീച്ചിങ്ങിലേക്കും വരാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ ഐറ്റപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതേസമയത്ത് അവർക്ക് MSc ഒക്കെ എടുത്ത് പിന്നീട് അവരുടെ സബ്ജക്റ്റ് സ്പെഷ്യലൈസ് ചെയ്ത് റിസർച്ചിലേക്ക് പോകും. പക്ഷേ രണ്ടും നമ്മൾ സാധാരണ ഹോണേഴ്സ് ഡിഗ്രിയും അതുപോലെ ഈ ഐറ്റപ്പും നമ്മൾ വ്യത്യാസം. ഐറ്റപ്പ് കുറച്ചുകൂടി ടീച്ചർ എഡ്യൂക്കേഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും. മറ്റേത് ഹോണേഴ്സ് ഡിഗ്രികൾ നോർമലി ഉള്ള 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമുകൾ കുറച്ചുകൂടി റിസർച്ചും അക്കഡമിക്കും അതുപോലെ തന്നെ സബ്ജക്റ്റ് ആൻഡ് കോമ്പിനേഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ സബ്ജക്ട് കോമ്പിനേഷൻ ഓറിയൻറ്റഡ് ആയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ എഡ്യൂക്കേഷനേക്കാൾ കൂടുതൽ സബ്ജക്റ്റിനും അനുബന്ധ കരിയറുകൾക്കും റിസർച്ചിനൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ലത് ഹോണേഴ്സ് ഡിഗ്രി തന്നെയാണ്. പക്ഷേ ഇൻ കേസ് ടീച്ചിങ്ങിലേക്ക് പോകണം എന്നൊക്കെ ആലോചിച്ച് അതൊരു പ്രൊഫഷണൽ ഡിഗ്രി ആണല്ലോ ഐറ്റപ്പ്, ആ രീതിയിൽ അതിനെ കണ്ടിട്ട് പോകാമെന്നൊക്കെ ഉദ്ദേശിച്ച് പിന്നീട് മാറണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും MSc എടുത്ത് പോവാം. ഇനി മറ്റൊരു കാര്യം, ഈ സെക്കൻഡറി ലെവലിൽ 9th 10th 11th 12th വരുന്നുണ്ട്. 11th 12th പഠിക്കണമെങ്കിൽ ഐറ്റപ്പിന് പുറമെ മാസ്റ്റേഴ്സ് കൂടി ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡിഗ്രി കഴിഞ്ഞ ആളുകൾ, ഐറ്റപ്പ് കഴിഞ്ഞ ആളുകൾ അതത് സബ്ജക്റ്റിൽ, കൊമേഴ്സിലാണെങ്കിൽ കൊമേഴ്സിലെ മാസ്റ്റേഴ്സ്, ഹ്യൂമാനിറ്റീസിലാണെങ്കിൽ ഹ്യൂമാനിറ്റീസിലെ മാസ്റ്റേഴ്സ്, ദെൻ അതുപോലെ തന്നെ സയൻസിലെ മാസ്റ്റേഴ്സ് ഒക്കെ അവരെന്തായാലും ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ BEd ഒരു പരിധി വരെ കണ്ടിന്യൂ ചെയ്യും, MEd കണ്ടിന്യൂ ചെയ്യും, എന്തായാലും ഉണ്ടാവും. ദെൻ MScകളും നിലവിലുള്ള ഡിഗ്രികളൊക്കെ ഉണ്ടാവും, അതൊന്നും മാറ്റം വരുത്തുന്നില്ല. ടീച്ചർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയ സ്ഥാപനമായി നിലനിൽക്കുന്നതിനോട് വിയോജിക്കുകയും ദേശീയ തല പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളോട് ഈ കോഴ്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും അതിലോട് ചേർക്കുകയും അത്തരം ക്യാമ്പസുകൾ ഈ കോഴ്സ് കൂടി നടത്തിയിട്ട് സ്റ്റാൻഡേർഡ് ഒന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതോടൊപ്പം NEP-യിലൂടെ വരുന്ന മാറ്റങ്ങൾ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുന്ന മാറ്റങ്ങളോട് കിടപിടിച്ചുകൊണ്ട് അതിനോട് അനുബന്ധമായി ചേർന്ന് നിന്നുകൊണ്ട് ടീച്ചർ എഡ്യൂക്കേഷനിലും കാര്യപ്പെട്ട മാറ്റങ്ങൾ വരുത്തുന്നു എന്നതാണ് ഈ ഐറ്റപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം 2024 ഐറ്റപ്പ് NT ഒരു എക്സാം നടത്തിയിട്ട് സെലക്ട് ചെയ്തു, 67 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. രസകരമായ കാര്യം, IIT ഖരഗ്പൂർ, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, NIT ട്രിച്ചി, NIT കാലിക്കറ്റിലൊക്കെ ഈ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് തുടങ്ങിയത്. ഇനി അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്യാമാണ്, സംസ്ഥാന തലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുകയും സംസ്ഥാന സ്ഥാപനങ്ങളിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ഐറ്റപ്പ് കൊണ്ടുവരും. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് 20 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് പുതിയ ഐറ്റപ്പിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനിയും കൂടിയേക്കാം. ഇപ്പോൾ നിലവിൽ ഐറ്റപ്പിന് വേണ്ടി ഇവർ സജസ്റ്റ് ചെയ്യുന്നത് NCTE പറയുന്നത്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ പറയുന്നത് NTA നടത്തുന്ന ഒരു കോമ്പറ്റീവ് എക്സാം, നാഷണൽ തലത്തിലുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നടത്തി അതിലൂടെയാണോ ഇനി അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടേതായ ടെസ്റ്റുകൾ നടത്തി ഈ സെലക്ഷൻ നടത്താം. ഇപ്പം നിലവിൽ നടത്തുന്നത് നാഷണൽ
കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, NCET എന്ന് പറയും, നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഇത് ഈ ഐറ്റപ്പ് പ്രോഗ്രാമുകളിൽ ദേശീയ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് സെലക്ട് ചെയ്യാനുള്ളതാണ്. നിലവിൽ സംസ്ഥാനങ്ങളും ഇത് തന്നെയായിരിക്കും സ്വീകരിക്കുക. പിന്നീട് ചിലപ്പോൾ സംസ്ഥാനങ്ങൾ സ്വന്തമായിട്ട് ടെസ്റ്റ് കൊണ്ട് വരുമായിരിക്കാം, അതിൻ്റെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റിന് അതിൻ്റെ ഒരു ഘടന എന്താണെന്ന് വെച്ചാൽ അതിൽ 7 ഭാഗങ്ങളുണ്ടാവും. 2 ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2, പിന്നെ വരുന്ന ഡൊമൈൻ സബ്ജക്റ്റുകൾ 3 സെലക്ട് ചെയ്യാം. അതോടൊപ്പം ടീച്ചിങ് എബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആപ്റ്റിറ്റ്യൂഡായിട്ട് ബന്ധപ്പെട്ട ഒന്ന്, പിന്നെ ജനറൽ ടെസ്റ്റ്, ലോജിക്കൽ, ന്യൂമറിക്കലൊക്കെ വരുന്ന ഏരിയകൾ. അപ്പോൾ ഒന്ന് ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2, ഡൊമൈൻ സബ്ജക്റ്റ് 3, അപ്പോൾ തന്നെ 5ആയി. പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും മറ്റും അളക്കുന്നതിനുള്ള ടെസ്റ്റ്, ജനറൽ ടെസ്റ്റ്. ഈ 7 ഭാഗങ്ങൾ വരുന്ന ടെസ്റ്റാണ് ഉണ്ടാവുക. ഈ ടെസ്റ്റിൻ്റെ പെർഫോമൻസിലൂടെ നന്നായി പെർഫോം ചെയ്യുന്ന ആളുകളുടെ റാങ്ക് അനുസരിച്ച് സെലക്ട് ചെയ്ത് അവർക്ക് അവസരം കൊടുക്കുന്ന ഒരു രീതിയാണുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ഈ കോഴ്സ് ഉള്ളത് 3 സ്ഥലത്താണ്. അതിലൊന്ന് NIT ആണ്. NIT കാലിക്കറ്റിൽ ഐറ്റപ്പ് തുടങ്ങിയിട്ടുണ്ട്, 4 വർഷത്തെ കോഴ്സാണ്. ദെൻ അത് കണ്ടിന്യൂ ചെയ്യും. അതോടൊപ്പം മറ്റൊന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരളയുടെ ക്യാമ്പസിൽ ഈ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊന്നുള്ളത് സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും. അപ്പോൾ നമുക്ക് 3 ഓൾറെഡി കേരളത്തിലുണ്ട്. ഇനി വരാൻ പോകുന്ന സ്റ്റേറ്റിൻ്റെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതുതായി അപ്ലൈ ചെയ്ത സ്ഥാപനങ്ങളും വരും. B.Ed കോളേജുകൾ നിലനിൽക്കും. ഇപ്പോൾ ആശങ്ക എന്താണെന്നറിയോ, B.Ed സ്റ്റാൻഡ് അലോൺ B.Ed കോളേജുകൾ നടത്തുന്നു. 180-ലധികം കോളേജുകളുണ്ട് കേരളത്തിൽ. ദെൻ അതുപോലത്തെ 200-ലധികം DLED സെൻറ്ററുകളുണ്ട്. DLED സെൻറ്ററുകൾ പതുക്കെ ഇല്ലാതാക്കും, ഒഴിവാകും. 2030 മുതൽ പൂർണ്ണമായിട്ടും ഐറ്റപ്പിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ പല സ്ഥാപനങ്ങളും ആശങ്കയിലാണ്. ആ ആശങ്കപ്പെടേണ്ടതില്ല. അതിനെക്കുറിച്ചുള്ള സത്യത്തിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ ഇതിന് പകരം എന്ത് ചെയ്യണം, അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ കോഴ്സ് കൊണ്ടുപോകണം. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന B.Ed കോളേജുകൾ പുതുതായിട്ട് ഈ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രശ്നം തരും. പക്ഷേ സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രശ്നം അത് പലപ്പോഴും അവർക്ക് ഇത് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ഇഷ്യൂസ് വരും. അത് സർവകലാശാല അഫിലിയേഷൻ ഇല്ല TTCക്കും അതുപോലെ തന്നെ DLED അല്ലെങ്കിൽ ഈ PPTTC പോലുള്ള കോഴ്സുകൾക്ക് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു കോഴ്സ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ TTC ഓൾറെഡി ഉള്ള സ്ഥാപനങ്ങൾ, DLED സ്ഥാപനങ്ങൾ 200-ലധികം ഉള്ളത് നിർത്തേണ്ടി വരിക എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ സ്ഥാപനങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. എന്തായാലും സ്റ്റേറ്റ് കമ്മിറ്റി ഒരു കരിക്കുലം കമ്മിറ്റി രൂപീകരിക്കുകയും NCTക്ക് ശുപാർശകൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ വളരെ വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വിദ്യാർത്ഥികൾ ടീച്ചിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഘടനാപരമായ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാഷണൽ എൻട്രൻസ് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ നിലവിലുള്ള 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമുകൾ ഇല്ലാതാവുന്നില്ല, റിസർച്ച് പ്രോഗ്രാമുകൾ ഇല്ലാതാവുന്നില്ല. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം BSMS പ്രോഗ്രാമുകൾ ISER പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ കൊടുക്കുന്നതോ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നതുമായ പ്രോഗ്രാമുകളൊന്നും ഇല്ലാതാവുന്നില്ല. ടീച്ചർ എഡ്യൂക്കേഷനെ പരിഷ്കരിക്കുന്നു, കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആക്കുന്നു, കുറച്ചുകൂടി പ്രൊഫഷണൽ ആക്കുന്നു എന്നേ ഉള്ളൂ. അത് നല്ല മാറ്റമാണ്. ആ മാറ്റത്തെ ഉൾക്കൊള്ളാം. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.